അല്ല, സത്യത്തിൽ പ്രാചീന ഗോത്ര കാലം മുതൽ കഥകളുടെ കസ്റ്റോഡിയൻസ് എന്നും സ്ത്രീകളായിരുന്നെങ്കിലും കഥ എപ്പോഴും സ്ത്രീകളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ എഴുതാനുള്ള അക്ഷരങ്ങൾ അവർക്ക് ലഭിക്കാതിരുന്നത് കൊണ്ട്, രേഖപ്പെടുത്താനുള്ള മാർഗങ്ങൾ അവർക്ക് ലഭിക്കാതിരുന്നത് കൊണ്ട്, അതവർക്ക് നിഷേധിക്കപ്പെട്ടതുകൊണ്ട്, ലഭിക്കാതിരുന്നതെന്ന് പറയുന്നത് പോലും ഒരു വളരെ മൈൽഡായിട്ട് അതിനെ ആവിഷ്കരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടാതിരുന്നതെന്നും ഒരുപക്ഷെ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള കഥകളാണ് വലിയ പുരുഷ കേസരികളൊക്കെ എഴുതി പിൽക്കാലത്ത് ഈ അതിൻ്റെ ഇതിഹാസകാരന്മാരായും വലിയ എഴുത്തുകാരായും ശോഭിച്ചിരുന്നതെന്നും മനസ്സിലാക്കുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ അനുവാദമില്ലാതിരുന്നത് കൊണ്ട്, ലോകത്തിലേക്ക് ഇറങ്ങാൻ അനുവാദമില്ലാതിരുന്നതുകൊണ്ട്, അക്ഷരം പഠിക്കാനും എഴുതാനും അനുവാദമില്ലാതിരുന്നതുകൊണ്ട് മാത്രം എഴുതപ്പെടാതിരുന്നതാണ് സ്ത്രീകളുടെ ഇതിഹാസം എന്ന് തിരിച്ചറിഞ്ഞതിൽ പിന്നെ വലിയ ഫോമാറ്റിൽ വലിയ കഥകൾ എഴുതണമെന്നും സ്ത്രീകളുടെ നഷ്ടപ്പെട്ടു പോയ കഥകൾ ആവിഷ്കരിക്കണമെന്നും എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു നോവൽ എഴുതുമെന്നും ആ നോവൽ ഒരു വലിയ പുസ്തകമായിരിക്കണമെന്ന് ഞാൻ എഴുത്ത് നിർത്തിയ കാലത്ത് പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ സ്ത്രീകളുടെ ഒരു കഥ എഴുതണമെന്ന ആഗ്രഹം ഉണ്ടായത്. വാസ്തവത്തിൽ കേരളത്തിലെ സ്ത്രീകളുടെ കഥ, തലമുറകളായുള്ള കഥ ആവിഷ്കരിക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും പിന്നീട് എനിക്ക് തോന്നി അതിലപ്പുറം ഇന്ത്യൻ സ്ത്രീകളുടെ തമസ്കരിക്കപ്പെട്ട ഒരു പരിണാമ കഥ, നമ്മളിപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്ന, ശാക്തീകരിക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കുള്ള അവരുടെ പരിണാമത്തിൻ്റെ കഥ ആവിഷ്കരിക്കണം. പക്ഷെ അപ്പോഴും ഈ സ്ത്രീ, ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സ്ത്രീക്ക് എന്ത് തൊഴിൽ കൊടുക്കണമെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. ഏത് തൊഴിലായിരിക്കും ഈ സ്ത്രീയുടെ, ഇത്രയും കാലത്തെ സ്ത്രീകളുടെ യാത്രയുടെ കഥകൾ ക്രോഡീകരിച്ച് അവതരിപ്പിക്കാൻ പറ്റും വിധം ഉപയുക്തമാക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. ഞാൻ വിചാരിച്ചു, ഞാനൊരു പത്രപ്രവർത്തകയായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഒരു പത്രപ്രവർത്തകയായ കേന്ദ്ര കഥാപാത്രത്തിലൂടെ ഈ കഥ പറഞ്ഞാൽ എങ്ങനെയിരിക്കും. പക്ഷെ അതും പോരാ എന്നെനിക്ക് തോന്നി. അപ്പോഴാണ് ശരിക്കും ഈ തൂക്കിക്കൊല എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ബംഗാളിലെ അവസാന തൂക്കിക്കൊലയുടെ വിവരണങ്ങളിലേക്ക് വരുന്നതും, അത് ഒരു ആരാച്ചാർ എന്ന ഒരു തൊഴിലിനെ ആസ്പദമാക്കി, സ്റ്റേറ്റ് ഭരണകൂടം നടത്തുന്ന തൂക്കിക്കൊലയെ ആസ്പദമാക്കി ഒരു കഥ എഴുതണമെന്ന, ഒരു നോവൽ എഴുതണമെന്ന ഒരു ആഗ്രഹം വളരെ മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് ഏതോ ഒരു നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ മാധ്യമം ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ PK പാറക്കടവ്, അദ്ദേഹത്തിന് പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിരന്തര സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു നോവൽ എഴുതി കൊടുത്തേ പറ്റൂ എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത് രണ്ടും കൂടെ ചേർന്നാൽ അതിലൊരു വലിയ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയുകയും എനിക്ക് പറയാനുള്ള കഥ അതിലൂടെ പറയാം എന്ന് ബോധ്യപ്പെടുകയും ഞാൻ എഴുതി തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ പുസ്തകം അത് എന്നെ തന്നെ മാറ്റിമറിച്ചൊരു പുസ്തകമായിരുന്നു. എന്താണ് എഴുത്തെന്നും എന്താണ് വായനയെന്നും എന്താണ് ഈ കഥ കൊരുത്തെടുക്കുന്നതിൻ്റെ വേദനയെന്നും ഒക്കെ എന്നെ അനുഭവിച്ചൊപ്പിച്ച പുസ്തകമായിരുന്നു. ഒരുപക്ഷെ ആരാച്ചാർ എഴുതുന്നതിന് മുമ്പും പിമ്പും വ്യക്തിപരമായി ഞാൻ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. മുമ്പുണ്ടായിരുന്ന ഞാൻ അല്ല പിന്നീടുള്ളത്, ഇന്നത്തെ വീരയല്ല അന്നുണ്ടായിരുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ യാത്ര അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം ആദ്യമായൊരു പുസ്തകം എഴുതാൻ വേണ്ടി അതിൻ്റെ ഭൂമികയിലേക്ക് യാത്ര ചെയ്യുന്നത് ആരാച്ചാർ നോവലിന് വേണ്ടിയായിരുന്നു. നമുക്ക് ആ യാത്രയിലേക്കൊക്കെ വരാം. തീർച്ചയായും എഴുത്തുകാരി പറഞ്ഞു, ആ എഴുത്ത് അല്ലെങ്കിൽ ആരാച്ചാർ എഴുതിയതിന് ശേഷമുള്ള മീരയല്ല, അതിനു മുമ്പുള്ള മീരയായിരുന്നു. തീർച്ചയായും വായനക്കാരും അങ്ങനെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആത്മബോധത്തിലേക്ക് വളരുന്ന ഒരു സ്ത്രീ സാന്നിധ്യമായിട്ട് മിക്കവാറും ആ വായനയുടെ അവസാനമാകുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ വായനക്കാരികൾ തീർച്ചയായും എത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആരാച്ചാരുടെ ആ ഒരു കാലം, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ഒരു നോവൽ സാഹിത്യത്തിൽ ഒരു വലിയ ഭാവുകത്വ വ്യതിയാനം, ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ജോബിഷ്, വാസ്തവത്തിൽ ഞങ്ങൾ സ്ത്രീകൾ എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് ഈ 2, 3 ഇരട്ടി ബോധ്യപ്പെടുത്തലുകൾ ആവശ്യമുണ്ട്. നമ്മളെ കൊണ്ട് ഇത് എഴുതാൻ സാധിക്കും, നമുക്കിതൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, ഇതൊക്കെ ബോധ്യപ്പെടുത്തുക. അതൊരു സ്ത്രീക്ക് അത് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ അത് എഴുതുന്നെങ്കിൽ മേ ബി അതിൻ്റെ പിന്നിൽ ഏതോ ഒരു പുരുഷനുണ്ടാവും അവളുടെ വിജയത്തിന് പിന്നിൽ
എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഒരു സ്ത്രീ എപ്പോഴും തൊഴിലെടുക്കുന്നതും അവളുടെ ജീവിത സമരങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നതും. ഇത് എൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊരു വലിയ ഇതായിരുന്നു. അത് എനിക്ക് വേണ്ടിയല്ല സത്യത്തിൽ, നമ്മൾ പറയില്ലേ പറഞ്ഞു വന്നത്. അതായത് നമ്മളൊരു യതീന്ദ്രനാഥ് ബാനർജി എന്ന ഒരാളുടെ തൂക്കിക്കൊല അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന 22 വയസ്സുകാരിയായിട്ടുള്ള ചേതന മല്ലിക് എന്ന ഒരാളെ കുറിച്ച് ചെറുതായി പറഞ്ഞു പോകാവുന്ന ഒരു കഥയെ ചരിത്രവും സംസ്കാരവും അതിൻ്റെ ഒരു വലിയ ക്യാൻവാസിലേക്ക് ആലോചിച്ച് തുടങ്ങിയത് ഒരുപക്ഷെ മലയാള നോവലിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരാലോചനയാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരി ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ആലോചന എന്തായിരുന്നു എന്നും കൂടി അറിയാൻ, കാരണം നമുക്ക് തീർത്തും അപരിചിതമല്ല. നേരത്തെ തന്നെ കെ.ആർ. മീരയുടെ കഥകളിൽ ബംഗാൾ വന്നിട്ടുണ്ട്. അല്ല, അത് ഞാൻ ആരാച്ചാരിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ സ്ത്രീകളാരും ഒറ്റയ്ക്ക് ഒരു ഇത് പൂർത്തിയാക്കുന്നില്ല, ഒരു കർമ്മവും പൂർത്തിയാക്കുന്നില്ല. തുടങ്ങി വെക്കുന്ന ആൾ പൂർത്തിയാക്കുന്നില്ല, പൂർത്തി വെക്കുന്ന ആൾ തുടങ്ങി. ഇതൊരു നൈരന്തര്യമാണ്, ഇതൊരു തുടർച്ചയാണ്. എനിക്ക് അതിൽ കോട്ട് ചെയ്യാനിഷ്ടം എൻ്റെ പ്രിയ എഴുത്തുകാരി കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി ഒരിക്കൽ എഴുതിയതാണ്. ഈ റോമിൽ പണ്ട് ഓട്ടക്ക ദീപശിഖേന്തി മാരത്തൺ അതിൽ പോകുമ്പോൾ ഓടുന്നവർ മരിച്ചു വീഴുമ്പോൾ അടുത്ത ആൾ ദീപശിഖേന്തി യാത്ര തുടരുകയാണ്. നമ്മൾ ഈ സ്ത്രീകളുടെ കഥ നോക്കുമ്പോൾ, ഇന്ത്യൻ ചരിത്രം നോക്കുമ്പോൾ അതിലുടനീളം ദീപശിഖയുമായി ഓട്ടം തുടങ്ങിയ സ്ത്രീകൾ വഴിയിൽ കുഴഞ്ഞു വീഴുന്നതും അവർ ഉന്മൂലനം ചെയ്യപ്പെടുന്നവർ ഇല്ലാതാക്കപ്പെടുന്നതും പകരം ഒരാൾ ആ ദീപശിഖേന്തി അവിടെ നിന്ന് ഓട്ടം തുടരുന്നതുണ്ട്. ഇത് എഴുത്തുകാരികളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ എഴുത്തുകാർ തന്നെ ഓരോരുത്തരായി എത്രയോ സ്ത്രീകൾ എഴുതാൻ തുടങ്ങി. അവർ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ പല പ്രതിബന്ധങ്ങൾ നേരിട്ട് പല സ്ഥലത്ത് വെച്ചും യാത്ര മുടങ്ങി. അടുത്ത ഒരു തലമുറയിൽ നിന്ന് ഒരാൾ വന്ന് ആ ദീപശിഖ ഏറ്റെടുത്ത് ഓട്ടം തുടങ്ങി. അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സരസ്വതി അമ്മയുടെ ദീപശിഖ, ലളിതാംബിക അന്തർജനത്തിൻ്റെ ദീപശിഖ, പിന്നെ മാധവിക്കുട്ടിയുടെ ദീപശിഖ, പിന്നെ രാജലക്ഷ്മിയുടെ, സാറാ ജോസഫിൻ്റെ, ഇങ്ങനെ വരുന്ന ചന്ദ്രമതിയുടെ, അപ്പം ഇങ്ങനെ വരുന്ന ഒരു വലിയ നിരയിൽ നമ്മൾ എത്രയോ പ്രതിബന്ധങ്ങൾ അവർ തെളിച്ച വഴിയിൽ നിന്ന് നമ്മൾ ആ ഓട്ടം തുടരുകയാണ്. ഇത് ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു സ്പോട്ട് ലൈറ്റിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് ഒരു വ്യക്തി മാത്രമല്ല സംസാരിക്കുന്നത്, അതൊരു സമൂഹം മാത്രമാണ്. സമൂഹം മുഴുവനാണ്. ഞാനിവിടെ ഇരുന്ന് നിങ്ങളോടിത് സംസാരിക്കുമ്പോൾ, എൻ്റെ എഴുത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ, നമ്മുടെ വായനകളെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ പിന്നിലും മുന്നിലും ഉള്ള ഒരു പരമ്പര സ്ത്രീകളാണ് എന്നോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. അവർ തന്ന ഒരു ഊർജവും അവർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളുമാണ് ഇത് പറയുന്നതെന്നുള്ള എളിമ നമ്മളെ എപ്പോഴും മുന്നോട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് വാസ്തവം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നിസാരമായിരുന്നില്ല ഈ പറയപ്പെടാതെ പോയ കഥകൾ എന്നുള്ളത് തിരിച്ചറിവിൽ. ആ കഥകൾ പറയപ്പെടാത്തത് കൊണ്ടും ഓർമ്മിക്കപ്പെടാത്തത് കൊണ്ടും നാം നഷ്ടപ്പെടുന്നത് ഈ സമൂഹത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യവും സന്തുലനാവസ്ഥയുമാണ് എന്നുള്ള തിരിച്ചറിവിലാണ് സത്യത്തിൽ അത് ഞാൻ ചെയ്യുന്നത്. എത്ര സ്ത്രീകളാണ് നമ്മൾ അറിയാതെ പോയവർ. തീർച്ചയായും ഒരു വലിയ ദീർഘകാലത്തെ ഒരു ചരിത്രത്തിന്റെ ഇന്ധനം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ആ എഴുത്ത്, കെ.ആർ. മീരയുടെ ആ എഴുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് നമുക്കറിയാം. എൻ്റെ ഒരു ചോദ്യം, ആനന്ദിൻ്റെ കഥകളെക്കുറിച്ച് കെ.സി. നാരായണൻ്റെ ഒരു നിരീക്ഷണം. ആനന്ദ് പിൽക്കാലത്ത് എഴുതിയ നോവലുകളുടെ ആദ്യ സന്ദർശക സ്ഥലമായിരുന്നു ചില കഥകൾ ആനന്ദ് എഴുതിയത് എന്നതുപോലെ ആരാച്ചാർ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് ഓർമ്മയുടെ ഞരമ്പ് എന്ന കെ.ആർ. മീര എഴുതിയ കഥയ്ക്കകത്ത് അതിനകത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, കഴുത്തിൽ കുരുക്കിടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ആ കുരുക്ക് ഒരു വിശാലമായ ക്യാൻവാസിലേക്ക് മുറുകുന്നതാണോ യഥാർത്ഥത്തിൽ ആരാച്ചാരിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചത് എന്നത്? സത്യത്തിൽ അത് പറയേണ്ടത് വായനക്കാരാണ്. എൻ്റെ പരിഭാഷകയും പ്രിയ സുഹൃത്തുമായ ദേവിക അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ദേവിക പറഞ്ഞത്, ഈ വലിയ ശില്പികളൊക്കെ വലിയ ശില്പങ്ങളുടെ മോൾഡുകൾ വാക്സിലും മണ്ണിലും ഒക്കെ ഉണ്ടാക്കി നോക്കും, ചെറിയ രീതിയിൽ ഉണ്ടാക്കി നോക്കും പോലെയാണ് ഞാൻ ആരാച്ചാർ എന്ന വലിയ സൃഷ്ടിയുടെ മോൾഡ് പല ചെറുകഥകളിലും നോവലുകളിലും പരീക്ഷിച്ചിട്ടുള്ളത് എന്നാണ്.
ശരിയായിരിക്കാം. ഈ കുടുക്കും ശ്വാസം മുട്ടലും ഒരു വലിയ ഒബ്സഷനായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ജനിച്ചതിന് ശേഷമുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ശ്വാസം മുട്ടൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ശ്വാസം മുട്ടലിനെ പറ്റിയും കുടുക്കിനെ പറ്റിയും എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോൾ ശരിക്കും ഈ കുടുക്കിൽ പിടയുന്ന അനുഭവം തന്നെയാണ് ഞാൻ വായനക്കാർക്ക് പകർന്നു കൊടുക്കാനും ആഗ്രഹിച്ചത്. എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു. ഈ കുടുക്കം, സ്ത്രീ അനുഭവിക്കുന്ന ശ്വാസം മുട്ടൽ, പിടച്ചിൽ, ഇതെത്രയാണെന്ന് ആവിഷ്കരിക്കുന്നതിലൂടെ ആ പിടച്ചിലിൻ്റെ ആന്തരാർത്ഥങ്ങൾ, അതിൻ്റെ ഒരു കൃത്യമായ ഒരു അനുഭവം വായനക്കാർക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ അത് ഒരു സ്ത്രീ ജീവിതത്തെ ആവിഷ്കരിക്കാൻ പറ്റൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇപ്പൊ പറഞ്ഞ ആ കുരുക്ക് ആത്മഹത്യക്ക് വേണ്ടിയുള്ള കുരുക്കായിരുന്നു ഓർമ്മയുടെ ഞരമ്പെങ്കിൽ ആത്മഹത്യ കൊണ്ട് തീർക്കേണ്ടതല്ല, ചില ആളുകളെ കുരുക്കി തീർക്കാനുള്ളത് കൂടിയാണ് ഒരു പെൺ ഉണ്മ എന്നുകൂടി വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പാകത്തിലാണ് ആരാച്ചാരെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയാണ് നമ്മുടെ പരിണാമം. സ്ത്രീയുടെ ചെറുത്തുനിൽപ്പുകളുടെ, അവളുടെ പ്രതിഷേധങ്ങളുടെ, അവളുടെ സമരങ്ങളുടെ ഒക്കെ കഥ എടുത്തു നോക്കൂ. ഒരു ഘട്ടത്തിൽ ആത്മഹത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിവിധി, പക്ഷേ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിഷേധ മാർഗമായി മുമ്പിലുണ്ടായിരുന്നത്. അതിനുശേഷം ചെറുത്തുനിൽപ്പിൻ്റെ, തിരിച്ച് നീതിയെപ്പറ്റി ചോദ്യം ചെയ്യലിൻ്റെ, തിരിച്ച് യുദ്ധം ചെയ്യലിൻ്റെ ഒരു ശാക്തീകരണത്തിലേക്ക് അവൾ വരുന്ന ഒരു അവസ്ഥയുണ്ടായി. അവൾക്ക് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ, അവൾക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം കിട്ടിയപ്പോൾ, അവൾക്ക് സമ്മതിദാന അവകാശം കിട്ടിയപ്പോൾ, നമ്മളിപ്പോൾ സോഷ്യൽ പവർ എന്ന് വിളിക്കുന്ന പലതരം അവകാശങ്ങൾ അവൾക്ക് പകർന്നു കിട്ടിയപ്പോൾ അതിനൊക്കെ അവൾക്ക് അവസരങ്ങളുണ്ടായി. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് ഇതിനെല്ലാം ഉപരി ഭരണഘടന അവൾക്ക് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ മൗലികാവകാശങ്ങൾക്കും അപ്പുറം അവൾക്ക് ഇനിയും ഈ പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്ന യഥാർത്ഥ രാഷ്ട്രീയ അധികാരത്തിൽ അവൾക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടായിട്ടില്ല, അവൾക്കൊരു തുല്യ പൗരത്വം ഉണ്ടായിട്ടില്ല, അവൾ തുല്യേ അല്ല അവിടെ എന്ന് തിരിച്ചറിയുന്നത്. ആ പൊളിറ്റിക്കൽ പവറിൻ്റെ, രാഷ്ട്രീയ അധികാരത്തിൻ്റെ, കൊല്ലും കൊലയും നടത്താനുള്ള പരമമായ അധികാരത്തിൻ്റെ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ, ഏറ്റവും ചെറിയ തോതിലുള്ള പ്രകടനമാണ്, അതിൻ്റെ ഉദാഹരണമാണ് ഒരു തൂക്കിക്കൊലയിലൂടെ സംഭവിക്കുന്നത്. സ്റ്റേറ്റ് അഥവാ ഭരണകൂടത്തിൻ്റെ ഒരു പരമമായ അധികാരത്തിൻ്റെ പ്രയോഗമാണ് ഓരോ വധശിക്ഷയും. ആ വധശിക്ഷ നടത്താനുള്ള അധികാരം ആർക്കായിരുന്നു? ഇന്നും ആരാച്ചാരുടെ യോഗ്യതയായി, പ്രത്യേകിച്ച് ഞാനിത് എഴുതുന്ന സമയത്തും ഉണ്ടായിരുന്നിട്ടുള്ളത്, അപേക്ഷകൻ 5 അടി 4 ഇഞ്ചിൽ കുറയാത്ത ഉയരമുള്ള ഒരു പുരുഷനായിരിക്കണം, അയാൾക്ക് നല്ല മനസാന്നിധ്യം വേണം. ഇതാണ് ഒരു സ്ത്രീ ആ രംഗത്തേക്ക് നമ്മൾ സങ്കല്പിച്ചിട്ടേ ഇല്ല. അത് കാരണം എന്താ വെച്ചാൽ ഈ പൊളിറ്റിക്കൽ പവറിൻ്റെ പങ്കാളിത്തം ഒരു സ്ത്രീക്ക് പകർന്നു കൊടുക്കുന്നതിനെ പറ്റി ഒരു ഘട്ടത്തിലും ഈ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ശില്പികൾ ആരും ചിന്തിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അത് ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു പടിയിലേക്ക്, ആ പടവിലേക്ക് ഒരു സ്ത്രീ കടന്നു ചെന്നാൽ എങ്ങനെയായിരിക്കും സമൂഹത്തിൻ്റെ പ്രതികരണം, സമകാലിക സമൂഹത്തിൻ്റെ പ്രതികരണം എന്നൊരു അന്വേഷണമായിരുന്നു സത്യത്തിൽ ആരാച്ചാർ. തീർച്ചയായും അത് പറഞ്ഞപ്പോഴാണ് നോവലിനുടെ അകത്ത് ഒരു വാക്യമുണ്ട്. നിയമമന്ത്രിയായിട്ടുള്ള പല്ലവദാസ് ഗുപ്ത ആരാച്ചാർ പദവി ഈ പെൺകുട്ടി ചേതന ഏറ്റെടുക്കുമോ എന്നുള്ള ആ ആശങ്കക്കിടയിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു പെൺകുട്ടിക്ക് അതിന് കഴിയുമോ, ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് സ്ട്രെങ്ത് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് എന്ന് എഴുതിയതായിട്ട് ഞാൻ ഓർക്കുന്നു. തീർച്ചയായും ആ സ്ട്രെങ്ത് സത്യത്തിൽ ഇന്നും നമ്മൾ എത്രയൊക്കെ പഠനങ്ങളും ഇത്രയൊക്കെ തുറവുകളും, അതായത് പുറം ലോകത്തേക്കുള്ള ഒരുപാട് തരം കാഴ്ചകളും ഉൾക്കാഴ്ചകളൊക്കെ ഉള്ള ഇക്കാലത്തും ഇതുപോലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ അലിവും അൻപും പിന്നെ ലോലതയും ഒക്കെ ഉള്ള ഒരു പ്രത്യേക തരം ജീവിയായിട്ട്, ഒരു സ്പീഷ്യസിൻ്റെ പ്രത്യേക വകഭേദമായിട്ടൊക്കെയാണല്ലോ കാണപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ സ്ത്രീ ക്രിമിനലുകളെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പരമ്പരയായിട്ട് ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത പുരുഷനേക്കാൾ ഒരു തരം ഒരു ഗ്ലാമറൈസ്ഡ് ആയിട്ട് അതിനെ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രവണത മാധ്യമങ്ങൾ കാണിക്കുന്നത്. എനിക്കതിൽ വലിയ സങ്കടമുണ്ട് ജോബീഷ്. കാരണം നമ്മുടെ മാധ്യമ പ്രവർത്തകർ തന്നെ ഈ സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയും സ്ത്രീകളുടെ തുല്യ പൗരത്വത്തെക്കുറിച്ച് ഏറ്റവും വികലമായ ധാരണകൾ വെച്ച് പുലർത്തുന്നവരാണെന്നുള്ളത് വലിയ സങ്കടം തോന്നാറുണ്ട്. അവർ അഭിസംബോധന ചെയ്യുന്ന യുവാക്കൾ
എൻ്റെ മകളുടെ അല്ലെങ്കിൽ അവളെക്കാൾ കുറച്ചൊരു 4-5 വയസ്സിൽ ഒരു 30s എത്തി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു വലിയ വിഭാഗം അവരുടെ അവകാശങ്ങളെപ്പറ്റി അങ്ങേയറ്റം ബോധത്തോടെ പ്രവർത്തിക്കുകയും ജീവിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ ഈ പഴയ വാർപ്പ് മാതൃകകളെ തന്നെ കെട്ടിപ്പിടിച്ച് അതിനകത്ത് തന്നെ മനുഷ്യരെ എല്ലാം കുത്തി ഞെരുക്കി കൊല്ലാനുള്ള ശ്രമം അവർ തുടരുന്നു. അതിനവർ പിന്തുണ കൊടുക്കുന്നു, അവരതിനെ പരിപോഷിപ്പിക്കുന്നു, അതിനവർ കളമൊരുക്കുന്നു എന്നുള്ളത് ഭയങ്കര സങ്കടകരമായൊരു വസ്തുതയാണ്. ഒരു സ്ത്രീയും ഒരു വാർപ്പ് മാതൃകയിലും ഒതുങ്ങുന്ന ഒരുവളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, എനിക്ക് നിരന്തരം എഴുതി ബോധിപ്പിക്കാനുള്ളത്. തീർച്ചയായും അത് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് തന്നെ ഇപ്പൊ മീഡിയ വിമർശനം പറഞ്ഞല്ലോ, അതായത് വളയിട്ട കൈകൾ അല്ലെ കയറെടുക്കുന്നു എന്ന ഒരു കമന്റ് ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു. കഴിഞ്ഞ വർഷം ഞാനൊരു ബംഗാൾ യാത്ര നടത്തിയിരുന്നു. ആ യാത്ര നടത്താനുള്ള പ്രേരണ ഈ പുസ്തകമായിരുന്നു. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് യാത്രക്കാർ, ഒരുപാട് മലയാളികൾ ഈ സ്ട്രാൻഡ് റോഡിന്റെ പരിസരവും ചേതന താമസിച്ചിരുന്ന വീടും അന്വേഷിച്ച് പോയിട്ട് അവിടെ നിന്ന് തന്നെ വിളിക്കാറുണ്ട്. അത് വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. നമ്മൾ ബംഗാളിനെ കുറിച്ച് പൂർവ്വകാലം അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മൾ കേട്ടത് ഒരു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ വളരെ ലെജൻഡറി ആയ ഇടങ്ങൾ, രവീന്ദ്രനാഥ ടാഗോർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു ബംഗാളിനെ കുറിച്ചുള്ള ഒരു വലിയ ആ ഒരു പിക്ചർ നമ്മൾ ആരാച്ചാർ വായിച്ചതിന് ശേഷം നമ്മൾ ആ നഗരത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി ശവവണ്ടികളും ഘോഷയാത്രകളും വലിയ ശബ്ദങ്ങളും തെരുവുകളിൽ നിന്നുള്ള കുളിയും മനക്കും കിടപ്പാടവും ഒക്കെയായ ഒരു വലിയ ബംഗാളിനെ കാണിക്കുന്നുണ്ട്. ഒപ്പം എൻ്റെ വായനാനുഭവം എന്ന നിലയിൽ, അതായത് ആ യാത്രയെ നിർണയിച്ചത് പലപ്പോഴും ഒരു സഞ്ചാരിയുടെ കൗതുകങ്ങളായിരുന്നില്ല, മറിച്ച് ആരാച്ചാർ എന്ന നോവല് വായിച്ച ഒരാളുടെ കൗതുകമാണ് എന്നെ നിർണയിച്ചത്. കാരണം ഞാൻ അവിടെ ദുർഗാപൂജയ്ക്കുള്ള ശില്പങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ഒരു വലിയ, ഈ കടപ്പുറം മുഴുവൻ നടന്നാൽ എത്താവുന്ന കുമർത്തുള്ളിയിലേക്ക് പോയപ്പോൾ ആ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മൾ ആരാച്ചാറിന്റെ ആ ഭൂപടത്തിലൂടെ തന്നെ പോകുന്നു. അപ്പോഴൊക്കെയാണ് നമ്മൾ, അതായത് KR മീര യഥാർത്ഥത്തിൽ ഒരു വലിയ പൊളിറ്റിക്സ് ഇതിനകത്ത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബംഗാളിനെ കുറിച്ച് നിങ്ങൾ കേട്ടതല്ല, അത് തീർച്ചയായും അതൊരു ഫീൽഡ് ഇതിന്റെ വർക്കിന്റെയും കൂടി കാര്യത്തിലൂടെ സംഭവിച്ചതായിരിക്കും നോവൽ എന്ന് ഞാൻ കരുതുന്നു. അതൊരു എന്താ പറയുക, ഫീൽഡ് വർക്ക് ഉണ്ടാകും കൃത്യമായിട്ടും ഈ നോവലിന്റെ ആ ഒരു അനുഭവത്തിൽ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ എപ്പോഴും ഓർത്തു വെക്കാവുന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പങ്കുവെക്കും. ബംഗാൾ എന്തുകൊണ്ടാണ് ഇതിന് പശ്ചാത്തലമായിട്ട് സ്വീകരിച്ചതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ഞാൻ ബംഗാളിൽ ജീവിച്ചിട്ടില്ല. എനിക്ക് ബംഗാളിൽ ജീവിച്ചവരുടെ ഒരുപാട് ബംഗാളി പരിഭാഷകൾ വായിച്ച് വളർന്ന ഒരുവളെന്ന നിലയിൽ ബംഗാളിനെ കുറിച്ച് പല സ്ഥലങ്ങളും ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ദേശപ്രിയ പാർക്കൊക്കെ എനിക്ക് വളരെ പരിചിതമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ജീവിച്ചിരുന്നില്ല, എനിക്ക് ബംഗാളി ഭാഷ അറിയുമായിരുന്നില്ല. എങ്കിലും ബംഗാൾ ഒരു പശ്ചാത്തലമായിട്ട് സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒറ്റ കാരണമായിരുന്നു. അതായത് എൻ്റെ കഥ വിശ്വസനീയമാകണമെങ്കിൽ, കാരണം ഞാൻ പറയാൻ പോകുന്നത് ഒരു പെൺ ആരാച്ചാരുടെ കഥയാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു പെൺ ആരാച്ചാറില്ല, കാരണം ഒരു സ്ത്രീക്ക് ആ ജോലിയിലേക്ക് അപേക്ഷിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ പെൺ ആരാച്ചാരുടെ കഥ വിശ്വസനീയമാകണമെങ്കിൽ ഇതിനനുകൂലമായ ഒരു നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സംഗതി, കേട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു യഥാർത്ഥ സംഗതിയുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കണം. അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. കള്ളം പറയുമ്പോഴും സത്യത്തിൻ്റെ ഒരു പിൻബലം അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കള്ളന്മാർ പോലും മറ്റുള്ളവർ സത്യസന്ധരായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ഒട്ടും സത്യം പറയാത്ത ആളുകൾ പോലും നമുക്ക് രാഷ്ട്രീയത്തിൽ പോലും കാണാറില്ലേ. ഏറ്റവും അസത്യം പറയുന്ന ആളുകൾ പോലും മറ്റുള്ളവർ സത്യം പറഞ്ഞില്ലെങ്കിൽ വലിയ കുറ്റം പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ആ സത്യത്തിൻ്റെ ഒരു പിൻബലം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചത് അതിൻ്റെ ആ 2011 എഴുതാൻ ആഗ്രഹിക്കുന്ന സമയം വരെ അവസാനം സംഭവിച്ച വധശിക്ഷ ബംഗാളിലായിരുന്നു. അപ്പോൾ അത് പശ്ചാത്തലമാക്കി അതിന് അന്ന് കിട്ടിയ മാധ്യമ ശ്രദ്ധ, പ്രത്യേകിച്ച് 24 മണിക്കൂർ ചാനലുകളൊക്കെ അങ്ങോട്ട് രംഗത്തേക്ക് ഇറങ്ങിയ കാലമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ ഇത് ഒരു വിൽപ്പന ചരക്കാക്കിയത്, എങ്ങനെയാണ് ഇത് ഒരു മരണത്തെ ആഘോഷമാക്കിയത് എന്നുള്ളതിൻ്റെ ഓർമ്മ അപ്പോഴും ഉണ്ടായിരുന്നുണ്ട്. അക്കാലത്ത് ഞാൻ പത്രപ്രവർത്തകയായിട്ട് ജോലി ചെയ്യായിരുന്നതുകൊണ്ട് ഞാനിതിൻ്റെ ഈ ഏജൻസി ടേക്കുകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എന്നെ ഇത് ഭയങ്കരമായിട്ട് ആവേശിക്കുകയും ആകർഷിക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് ഈ അന്നത്തെ ആ ആരാച്ചാരെ നേരിട്ട് കാണുക എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നത് കൊണ്ടൊക്കെ പെട്ടെന്ന് എനിക്ക് ബംഗാൾ തന്നെയാണ് ഇതിന് പറ്റിയ ഒരു പശ്ചാത്തലം എന്ന് തോന്നുകയായിരുന്നു. അതൊരു വലിയ റിസ്ക്കുമായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് ഹിന്ദി പോലും മര്യാദയ്ക്ക് അറിയില്ല. എനിക്കിപ്പോഴും പുറത്ത് ചെന്നപ്പോൾ മുറി ഹിന്ദിയിലല്ലാതെ എനിക്ക് ആശയവിനിമയം സാധ്യമല്ല. പക്ഷേ
ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിലുള്ള ഒരു ധൈര്യം എനിക്ക് എന്തൊക്കെയാണ് അവിടെ നിന്ന് വേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ തരികയും ഞാൻ അതിന് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ആദ്യ 5 അധ്യായം എഴുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ ആദ്യ എഡിറ്റർ എന്ന് പറയാമെന്ന MS ദിലീപിനെ കാണിച്ചപ്പോൾ ദിലീപ് പറഞ്ഞു, ഇത് നന്നായിട്ടുണ്ട്, ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇതിൽ കൽക്കട്ടയില്ല, നമുക്ക് കൽക്കട്ടയിൽ പോകാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യ ഘട്ടത്തിൽ കൽക്കട്ടയിൽ പോകുന്നു, കുറേ ചുറ്റിക്കറങ്ങുന്നു, തിരിച്ചു വരുന്നു. അന്ന് ഇന്നത്തെ പോലൊന്നും അല്ല, ജോലിയൊക്കെ രാജിവെച്ച സമയമാണ്. 2006 ജോലി രാജിവെച്ചു. 2011 മകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും വലിയ പ്രാരബ്ധങ്ങളും, വീട് വെച്ചതിൻ്റെ കടം, അതിൻ്റെ കടം, ഇതിൻ്റെ കടം എന്നൊക്കെ പറഞ്ഞ് വളരെ ശരിക്കും ശ്വാസം മുട്ടുന്ന സമയത്താണ് ഞാനിത് എഴുതാൻ പുറപ്പെടുന്നത്. കൽക്കട്ടയിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി സത്യത്തിൽ കെട്ടുതാലി പണയം വെച്ച് കഥ എഴുതാൻ പോയ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഷയിലുണ്ടെങ്കിൽ അതിൽ ഞാനായിരിക്കും. അതുകൊണ്ട് കെട്ടുതാലി എന്ന് പറയുന്നത് അതുപോലെ ഉണ്ടായിരുന്ന അവസാനത്തെ ഇത് പണയം വയ്ക്കാൻ പറ്റുന്നല്ലേ പണയം വയ്ക്കാൻ പറ്റും. അങ്ങനെ കഥ എഴുതാൻ പോയ ഒരാളാണ് ഞാൻ. ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. ആ റിസ്ക് എടുത്തത് തിരിച്ച് എന്തെങ്കിലും കിട്ടുമെന്നോ, നിങ്ങളുടെ സ്നേഹമെങ്കിലും എനിക്ക് കിട്ടുമെന്നോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു എഴുത്തുകാരിയും നമ്മുടെ സമൂഹം അങ്ങനെ ആഘോഷിച്ച ചരിത്രമൊന്നും നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ അതിലറ്റ് അഹങ്കരിക്കുന്ന ഒരു എഴുത്തുകാരി ആരും സ്വീകരിക്കുകയില്ല. നമുക്കൊക്കെ അറിയാമല്ലേ, മലയാളികൾ, പ്രത്യേകിച്ചും ഇന്ത്യക്കാർ, പൊതുവേ ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ ഏതെങ്കിലും സ്ത്രീയെ ഇങ്ങനെ അർമാദിക്കുന്നത് അനുവദിച്ച് കണ്ടിട്ടുണ്ടോ? അതൊരിക്കലും ചെയ്യില്ല. സ്ത്രീ അവളുടെ സ്ഥാനത്തിരുന്നോളണം എന്നുള്ളത്, നമ്മൾ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ സന്തോഷിക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടു പോയി, ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു. ഞാനൊരു 10-15 അധ്യായം എഴുതി. വീണ്ടും ഒന്നുകൂടി പോകണം തോന്നി, ഒന്നുകൂടി പോയി, തിരിച്ചു വന്നു. അത് എഴുതി കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ അവസാന വട്ട എഡിറ്റിങ്ങിന് മുമ്പ് ഒരു യാത്ര കൂടി ചെയ്തു. അങ്ങനെ കുറേ യാത്രകളും കുറേ എല്ലാ സ്ഥലത്തും പോയി. സോനാഗച്ചിയിൽ പോയി അതിൽ കാണുന്ന നമ്മളവിടെ ഈ നോവൽ വായിച്ചത് കൊണ്ട് തന്നെ ഒന്ന് കാണാൻ വേണ്ടി പോകാനുള്ള റിസ്ക് ഭയങ്കരമായിരുന്നു. അതൊക്കെ ഞങ്ങൾ വളരെ സാഹസപ്പെട്ട് ഇത് ചെയ്തു. അത് നല്ല സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു. അത് കുറേ മലയാളികളുണ്ടല്ലോ അവിടെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോവുകയും ഇതൊക്കെ നേരിട്ട് കാണുകയും ഇതൊക്കെ വാസ്തവത്തിൽ സ്വാംശീകരിച്ച് എഴുതുകയും അന്നത്തെ കുറച്ചുകൂടെ സ്റ്റാമിന ഉണ്ടായിരുന്നൊരു കാലമായിരുന്നുകൊണ്ടും ഇതെങ്ങനെയെങ്കിലും എഴുതി തീർക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആത്മാവിൻ്റെ ആഗ്രഹമായിരുന്നതുകൊണ്ടും ആ ശക്തി എന്നെ മുന്നോട്ട് നയിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അത്യാഗ്രഹം മാത്രമാണ് ഈ സത്യത്തിൽ ഈ നോവൽ എഴുതി തീർക്കാൻ എന്നെ സഹായിച്ചതെന്നുള്ളതാണ് സത്യം. ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു ആ വധശിക്ഷയുടെ വാർത്തകൾ ചെയ്യുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് ഈ നോവൽ, അതായത് ഒരു നീതി നിർവഹണത്തെ കുറിച്ചുള്ള കഥ പറയുമ്പോൾ പോലും നീതി നിർവഹണത്തെ സംബന്ധിച്ച് വലിയ ധർമ്മസങ്കടങ്ങൾ അതിന്റെ അന്ത്യത്തിൽ എല്ലാവരും പേറുന്നുണ്ട്. ഇതിനകത്ത് തന്നെ 2 കാര്യങ്ങൾ വളരെ പ്രോബ്ലമാറ്റിക്കായി അതായത് ഞാൻ കാണുന്നത്, ഒന്ന്, ഒരു സ്ത്രീക്ക് ആരാച്ചാരാകാമോ എന്നുള്ള ചോദ്യമാണ്. അത് കൃത്യമായി നോവൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് വധശിക്ഷയെ അനുകൂലിക്കാമോ എന്നുള്ളതാണ്. വധശിക്ഷയെ അനുകൂലിക്കുന്നു എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ വധശിക്ഷ ഒരു രാജ്യത്ത് നടപ്പാകുമ്പോൾ അതിൽ ആ ജോലിയിൽ ഒരു പുരുഷനെ മാത്രമേ പരിഗണിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നോവൽ ചോദ്യം ചെയ്യുന്നത്. അത് വളരെ കൃത്യമായി ചേതനയുടെ ഒരു നിലപാടുണ്ട്. അല്ലല്ല, ചേതനയുടെ നിലപാട് വധശിക്ഷയെ അനുകൂലിക്കുന്നേയില്ല. വധശിക്ഷ വേണമെന്ന നിലപാടില്ല. നമ്മളൊക്കെ വേണമെന്ന നിലപാടിലുള്ള ജോലികളാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അത് ആ തൊഴിലിടത്തിൽ അങ്ങനെ ഒരു അധികാരത്തിൻ്റെ ഒരു പ്രകടനം സംഭവിക്കുന്നതിൽ എങ്ങനെ സ്ത്രീ ഒഴിച്ചു മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതിൽ വധശിക്ഷയുടെ നൈതികതയല്ല ചർച്ചാ വിഷയമാണ്. കാരണം നോവലിനകത്ത് തന്നെ വധശിക്ഷ ഒരു മെറ്റഫർ മാത്രമാണ്. അതൊരു സാമൂഹിക വിഷയമായിട്ടല്ല ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നോവലിനകത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന്റെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. 451 പേരെ ഫണിഭൂഷൺ കൊല്ലുന്ന സന്ദർഭത്തിൽ 400 പേരും ദരിദ്രരായിരുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും നീതി നിർവഹണത്തെ സംബന്ധിച്ച് ആ അസമത്വത്തെ കൃത്യമായി നോവൽ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലായത്. വധശിക്ഷയ്ക്ക് നമ്മളാരും വലിയ സമ്പന്നരാരും വിധിക്കപ്പെട്ടതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അത് തന്നെ അതിൻ്റെ ഒരു വലിയ എക്സ്പ്ലനേഷനാണ്, ഒരു വലിയ വിശദീകരണമാണത് നൽകുന്നത്. മാത്രമല്ല ഇതിൽ ഭരണകൂടം എന്ന
ഒരു ഒരു എന്താണ് അതിൻ്റെ ഒരു മെറ്റഫറായി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും തീക്ഷ്ണമായ ഒരു സംഗതി, ഏറ്റവും മൂർത്തമായ ഒരു സംഗതി വധശിക്ഷ തന്നെയാണ് എന്നതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാതിരിക്കാൻ സാധ്യമല്ല. അതിലപ്പുറം മറ്റൊന്ന് ഇനിയും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായും അത് നേരത്തെ പറഞ്ഞപ്പോൾ ഭരണഘടന നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പാത്രക്കടയിൽ അല്ലെ ഒരു കാളക്കൂറ്റൻ കയറിയ പ്രതീതി തീർച്ചയായും ഉണ്ടാകും എന്നൊരിക്കൽ KR മീര പറയുന്നുണ്ട്. അത് ഞാനല്ല പറഞ്ഞത്, അത് നമ്മുടെ കോടതികളിൽ ഒരു കോടതിയിലെ വിധിയുടെ ഭാഗമായിട്ട് ജഡ്ജി പറഞ്ഞതാണ് ഭരണഘടനയെ കുടുംബത്തിനകത്തേക്ക് ആനയിക്കുന്നത് ഒരു മൺപാത്രക്കടയിലേക്ക് ഒരു കാളക്കൂറ്റിനെ കടത്തി വിടുന്നത് പോലെയാണെന്ന്. കാരണം നമ്മൾ ഈ വെച്ച് വിളമ്പുന്ന പാത്രങ്ങളൊക്കെ ചിന്നിച്ചതറിപ്പോകും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭരണഘടന പുറത്തു നിന്നാൽ മതി. അകത്തേക്ക് കയറുമ്പോൾ, കുടുംബത്തിനകത്തേക്ക് കയറുമ്പോൾ, ഇടപ്പറയിലേക്ക് കയറുമ്പോൾ, അടുക്കളയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ മൗലികാവകാശങ്ങളെ പറ്റി നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നുള്ള ഒരു നീതി നിർവഹണ ഘട്ടത്തിൽ പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഇത് സംബന്ധിച്ച കാഴ്ചപ്പാടിനെ വ്യക്തമാക്കുന്നതാണ്. തീർച്ചയായും ഞാനത് ഒരു ഇന്റർവ്യൂവിൽ KR മീര തന്നെ പറഞ്ഞത് കേൾക്കുകയായിരുന്നു. എൻ്റെ ഒരു ചോദ്യം അതുമായിട്ട് കണക്ട് ചെയ്തത് സ്ത്രീകളുടെ അനുഭവത്തിന്റെ കാര്യത്തിൽ ഇതിപ്പോൾ ഇംഗ്ലീഷിലേക്ക്, മറാഠിയിലേക്ക്, തമിഴിലേക്കൊക്കെ വരുമ്പോൾ അതായത് ഒരു ഇന്ത്യൻ സ്ത്രീത്വത്തിന് ഒരു സമാനമായ അനുഭവമാണോ വേദനകളുടെ, സഹനത്തിന്റെ ഈ ഒരു, അതായത് ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനത്തെ സാധ്യമാക്കിയത് പോലും ഒരു പാട്രിയാർക്കിയാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാരി പങ്കുവെക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട് ജോബിഷ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനത്തെ സാധ്യമാക്കുന്നത് പാട്രിയാർക്കിയാണെന്നല്ല. ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനം പ്രായോഗികമായി നടക്കുന്നത്, പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് ഈ അടിച്ചമർത്തലിലൂടെയാണ് എന്നാണ്. ഈ ദേശീയോദ്ഗ്രഥനം വേറെ ഒരു കാര്യത്തിലും സംഭവിക്കുന്നില്ലെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള ഹിംസയുടെ കാര്യത്തിൽ വടക്ക് തൊട്ട് തെക്ക് വരെയും തെക്ക് തൊട്ട് വടക്ക് വരെയും വളരെ ഏക മനസ്സോടെ വളരെ ഊർജ്ജസ്വലതയോടെ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടുകൂടി ആയിരിക്കും ഒരുപക്ഷെ ഈ നോവലിന് ഇന്ത്യൻ ഭാഷകളിൽ ഈ നിലയിൽ വായന കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൂടി കാണാം. അത് ഇന്ത്യക്ക് അകത്തും പുറത്തുള്ള വായനകളിൽ ഇത് ഇടം പിടിക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ അതാണ് വിചാരിക്കുന്നത്. ഈ അനുഭവങ്ങൾ, ഈ ഭാവനയുടെ അനുഭവമായാലും അതിനു മുമ്പുള്ള എന്താണ് ഷേബാരാജിയുടെ അനുഭവമായാലും നമ്മൾ ഓരോ പിങ്കള കേസിൻ്റെ അനുഭവമായാലും ഇതൊക്കെ പങ്കുവെക്കുന്ന ഒരുപാട് കഥകൾ എല്ലാ ഇടങ്ങളിലും കാലദേശ ഭാഷകൾക്ക് അതീതമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനെ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴേ ആ നോവലിലെ പലയിടങ്ങളിലെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ കഥാപാത്രങ്ങളുടേതാണ്. അതിനകത്തൊരു കഥ വളരെ, അതായത് ചേതന മല്ലിക്കിന്റെ അച്ഛൻ നേരത്തെ ഒരു നാടക നടനും ഗായകനും ഒക്കെയായി ജീവിച്ച ഒരു മനുഷ്യൻ നാടക സംഘത്തിലെ വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ ആ നാടകത്തിലെ നായികയെ സ്നേഹിക്കുകയും നായകനെ പ്രണയിച്ചു പോവുകയും പിന്നീട് ആ വേദനയുമായി ജീവിക്കുമ്പോൾ, പ്രണയ നഷ്ടവുമായി ജീവിക്കുമ്പോഴാണ് തെരുവിൽ ഒരു വേശ്യയുടെ രൂപത്തിൽ ആശയെ പിന്നീട് ആശാപൂർണയെ കാണുകയും ഒരു കാളവണ്ടിക്കാരൻ്റെ ഒപ്പം ഓടിപ്പോവുകയും പിന്നീട് അദ്ദേഹം ഈ തൂക്കിക്കൊല ചെയ്യുമ്പോൾ മുഖം മറച്ച ആ മുഖം കറുത്ത തുണി മാറ്റുമ്പോൾ ആ സത്യപാലിനെ ആ തൂക്കുമരത്തിൽ കാണുകയും കുരുക്കൊന്ന് ഒന്നുകൂടി മുറുക്കി അരമണിക്കൂറോളം അയാളുടെ ആ വേദന കയറിൽ തൂക്കി നിർത്തുകയും തൊട്ടടുത്ത നിമിഷം ഈ ബോഡി ഏറ്റുവാങ്ങാൻ വന്നത് ഇവർ തെരുവിലാക്കിയ ആ സ്ത്രീ തന്നെയായിരുന്നു. അതിനുശേഷം പറയുന്നുണ്ട് ഫണി ഭൂഷൺ ഗൃദ മല്ലിക്ക് പറയുന്നുണ്ട്, 88 വയസ്സായ എനിക്ക് സ്ത്രീകളെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ജന്തുക്കൾ ആരെ എപ്പോൾ പ്രണയിക്കുമെന്നറിയില്ല എന്ന് പറഞ്ഞ് പിന്നെയും കുറച്ച് പേജുകൾ കഴിയുമ്പോൾ വീണ്ടും മറ്റു സ്ത്രീയുടെ കമന്റ് തന്നെയായിട്ട് കാണുന്നു. അതായത് വേദനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന പുരുഷന്മാരെ മാത്രമേ സ്ത്രീകളെ മാത്രമേ പുരുഷന്മാർ പ്രണയിക്കുകയുള്ളൂ, വേദനിപ്പിക്കുന്ന സ്ത്രീകൾ തിരിച്ച് പ്രണയിക്കും എന്ന് പറയുന്നുണ്ട്. അവിടെയും ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഇത്തരം ജനറൽ കമന്റുകൾ എഴുത്തുക, ഇതൊരു പുരുഷനാണെങ്കിൽ ഒരു പക്ഷേ വലിയ വിമർശനങ്ങൾ നാരികൾ വിശ്വയുഗത്തിന്റെ നാരായ വേരുകൾ നാരകീയാഗ്നികൾ എന്ന് ഞങ്ങളെയൊക്കെ പാടി പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ തോന്നിയില്ലല്ലോ. തീർച്ചയായും ഞാനിതൊരു നാരി ഭരിച്ചിടം നാരകം നട്ടിടം എന്നൊക്കെ പറഞ്ഞപ്പോഴും ചോദ്യം ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഒരു സ്ത്രീ ഇത് എഴുതുമ്പോൾ എന്തുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നു? ഞാൻ ആ ചോദ്യം ഉണ്ടാകണമെന്നും
അതിനുത്തരം പറയാനൊരു അവസരം കിട്ടണമെന്നുള്ള നിർബന്ധം കൊണ്ട് തന്നെയാണ് ഇത് എഴുതുന്നത്. തീർച്ചയായും ഞാൻ അപ്പൊ ഇനി അതിന് ചോദ്യം ഞാൻ ഉത്തരം പറയാം. ഇത് നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തെ ഈ വിധത്തിലുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകളിലൂടെയും പിന്നെ വിധിന്യായങ്ങളിലൂടെയും